ഇത് എത്ര അടി അങ്ങനെ കനത്തിൽ അങ്ങനെ വാർക്കുന്നൊന്നുമല്ല, അങ്ങനെ ഉണ്ടോ? അരയടിയോ? ആ പാത്താനല്ല, ഞാനിവിടെ പുതുപ്പള്ളിയിലെ വണ്ടി ഇറങ്ങി. ഇത് നാളെ കൊണ്ട് തരുമോ? എവിടം വരെ? ആ കമ്പി വെച്ചിരിക്കുന്നിടം വരെയോ? ആ ഗേറ്റിൻ്റെ അവിടം വരെ. ആ അത്രേ ഉള്ളൂ അല്ലേ? മൊത്തം ഇനി ഒരു വലിയ കടമ്പ അങ്ങോട്ട് കിടക്കുന്നു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുട്ടഞ്ചിറപ്പടിക്കലാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ റോഡിന്റെ കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ്. അപ്പം നമുക്ക് ആ പണികളൊക്കെ എവിടം വരെ ആയെന്നും ഈ റോഡിനെ പറ്റി ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് നിലയ്ക്കപ്പള്ളിപ്പടി കുട്ടഞ്ചിറപ്പടി റോഡ്. നമുക്കറിയാം, ഇത് വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുന്നു. ഒരുപാട് ആൾക്കാർ പരാതി പറയുന്നു. അതുപോലെ പഞ്ചായത്ത് എന്നാ നന്നാക്കാൻ ചോദിച്ച് പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റം പറയുന്നു. അതുപോലെ ഇതിലേ പോകുന്ന ആൾക്കാർ പറയുന്നു MLA എന്താ ശരിയാക്കാത്ത, MLA കുറ്റം പറയുന്നു. അങ്ങനെ നിരവധി ഉണ്ടായ ഒരു റോഡാണ്. അപ്പം ഇവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 12 ലക്ഷം രൂപ മുടക്കി രണ്ടാം ഘട്ട പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം നിങ്ങൾക്കറിയാം, നിലയ്ക്കപ്പള്ളിയുടെ അവിടുന്ന് ഒരു 100 മീറ്റർ ആ റോഡ് ഒരു 7 ലക്ഷം രൂപ മുടക്കിയാണ് ലോക്ക് കട്ട പാകി അത്രയും ഭാഗം റെഡിയാക്കിയത്. ഇതിൻ്റെ ഇപ്പം രണ്ടാം ഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ടം 12 ലക്ഷം രൂപ മുടക്കി നമ്മുടെ ഈ ബാങ്കിൻ്റെ വാതിൽ വരെ ആണ് ചെയ്തിരിക്കുന്നത്. ആ പണിയൊക്കെ ഞാൻ 2-3 ദിവസം മുഴുവൻ പോയി നോക്കിയായിരുന്നു. കാരണം നമുക്കൊരു അവിടെ വെച്ച് പരിചയപ്പെട്ടാണെങ്കിലും കോൺട്രാക്ട് നല്ല ഒരു കോൺട്രാക്റ്റാണ്. കാരണം എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ള ആളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ കമ്പിയിട്ട്, കാരണം ഇപ്പം ലോഡും വണ്ടിയൊക്കെ അല്ലേ ഇതിലേ പോകുന്നത്, അപ്പം കമ്പിയൊക്കെ ഇട്ട് തന്നെയാണ് ഇത് വാർത്തിരിക്കുന്നത്. എന്നിട്ട് ഇവിടം വരെയാണ് ഇപ്പം ഈ സിമെൻറ്റ് വെച്ചിരിക്കുന്നിടം വരെയാണ് ഇതിൻ്റെ പണി ചെയ്യുന്നത് അപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം ഞാൻ 2-3 ദിവസം മുഴുവൻ പോയി നോക്കിയായിരുന്നു. കാരണം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. ഈ റോഡിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഇതിൻ്റെ നമുക്ക് നിലയ്ക്കപ്പള്ളിയുടെ അവിടെയും കുട്ടഞ്ചിറപ്പടിക്കുന്ന 2 ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ പഞ്ചായത്ത്. ഭാരവണ്ടികൾ നിരോധിച്ചിരിക്കുന്നെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ 2 ബോർഡും അവിടെ വന്ന് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കും ചെറിയ ബോർഡാണ്. അത് നിങ്ങൾ പലരും നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന പലരുടെയും ശ്രദ്ധയിൽ അത് പെട്ട് കാണത്തില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു ദിവസം അമിതമായ ലോഡുമായിട്ടാണ് നമ്മുടെ ഈ ടോറസ് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടോറസ് ഓടരുതെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം അതൊക്കെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ വാഹനങ്ങളാണ്. പക്ഷെ ഒരു വാഹനത്തെ കയറ്റുന്ന ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റിക്ക് ഇരട്ടി ലോഡുമായിട്ടാണ് ഈ ടോറസ് പോകുന്നത്. ഇതെല്ലാം വൻകിട കുത്തക മുതലാളിമാരുടെ വാഹനങ്ങളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മീനണം വഴിയെ പറ്റി ഒരു വീഡിയോ ഇട്ട്, നിങ്ങൾ അതിലെ പോകുന്നവർ കണ്ടാൽ അറിയാം. ആ വഴിയെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അമിതമായ ലോഡുമായിട്ട്. ഒരു ദിവസം എന്തുമാത്രം ടോറസ്, ആ ടോറസ് മുഴുവൻ വരുന്നത് ഇതുവഴിയാണ് വരുന്നത്. അവർ പുതുപ്പള്ളി കവല ഇപ്പം തിരിഞ്ഞു പോകാൻ അവർക്ക് വലിയ പാടാണ്. അതുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ വാതിൽ കൂടെ പോകുന്നത്. ഇത് നേരെ വാല ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. 6 വീലുള്ള വണ്ടിയുടെ സ്ഥാനത്ത് ഇന്നിപ്പം അതിൻ്റെ ഇരട്ടി വീലുള്ള വാഹനങ്ങളാണ് ഇപ്പം പുതിയ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പണിയെല്ലാം ഏറെക്കുറെ പൂർത്തിയായി ഉണ്ടോ. നമുക്ക് ഇവിടം വരെയാണ് അതിൻ്റെ പണി ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ പണി. ബാക്കി ഇനി ഒരു ഘട്ടവും കൂടെ പണി കിടക്കുകയാണ്. അതിനെപ്പറ്റി പറയാം. അതിന് മുമ്പ് ഈ വഴി ഇപ്പം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. കാരണം ഈ നനവ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ അതികഠിനമായ ചൂടാണ്. അപ്പം നനയ്ക്കുന്നുണ്ട് കോൺട്രാക്ട്. അവിടെ അവരുടെ വണ്ടിയെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അവർ നനയ്ക്കുന്നുണ്ട്. നനച്ച് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈർപ്പം നിൽക്കാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് വിരിച്ചിരിക്കുന്നത്.
ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ നടന്നു പോവുകയും അതുപോലെ സൈക്കിൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരു റോഡ് നന്നാക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ധൃതി വെച്ചിട്ട് കാര്യമില്ല. അതിന് സമയമുണ്ട്. കോൺക്രീറ്റ് റോഡുകൾക്ക് ഇത്ര ദിവസം കിടന്നാൽ മാത്രമേ അത് സെറ്റ് ആകത്തുള്ളൂ. ഇനി ഇതിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ടോറസ് വീണ്ടും ഇതിലെ കയറി വരും. കയറി വരുമ്പോഴത്തേന് റോഡിൻ്റെ സെൻട്രൽ ഭാഗം ഇവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, കമ്പിയിട്ടാണ് വാർത്തിരിക്കുന്നത്, അത് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ എതിരെ വണ്ടി വരുമ്പോൾ ഇവർ സൈഡിലേക്ക് കൊടുക്കുമ്പോഴത്തേനാണ് ഈ സൈഡ് എല്ലാം പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. അങ്ങനെ ഈ റോഡ് വീണ്ടും എനിക്ക് തോന്നുന്ന ഈ ടോറസ് ഓടിക്കഴിഞ്ഞാൽ 1 വർഷം പോലും ഈ റോഡ് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് ഈ റോഡിൻ്റെ പണി ഏറെക്കുറെ തീരും. ഇപ്പം റോഡിന് ഇതിൻ്റെ നിലവിലെ റെക്കോർഡും പ്രകാരമുള്ള വീതി എന്ന് പറയുന്നത് 6 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഇപ്പം നമുക്ക് സൈഡും കൂടെയൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല വീതി തോന്നിക്കുന്നുണ്ട്. അവരുടെ വണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ്, കാരണം മറ്റുള്ള വാഹനങ്ങളൊന്നും കടത്തി വിടാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അത് അവിടെ നിന്ന് മാറ്റി അന്നേരം നമ്മുടെ അവിടെ വണ്ടി ആൾക്കാർ കയറി വരാൻ തുടങ്ങും. അപ്പം ലോഡ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് പെട്ടെന്ന് പോകും. അത് സെറ്റ് ആകുന്നിടം വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഈ റോഡിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാം, പൈപ്പ് ലൈൻ എല്ലാം റോഡിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോയിരിക്കുന്നത്. അതും വർഷങ്ങൾ പഴക്കമുള്ള പൈപ്പ് ലൈനാണ്. അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റോഡുകളുടെ പണികൾ ഇപ്പം തന്നെ തീരും. ഇപ്പം നിലയ്ക്കപ്പള്ളിക്ക് തൊട്ട് ബസ് സ്റ്റാൻഡ് വരെയുള്ള നിങ്ങൾക്ക് കാണാം, അവിടെ എന്തുമാത്രം പൈപ്പ് ഇങ്ങനെ തെരുതര പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് വണ്ടി കയറുന്നതനുസരിച്ചാണ് ഇതെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു വലിയ കടമ്പയാണ് ഈ റോഡിനെ സംബന്ധിച്ച്. ഏറെക്കുറെ 1 കിലോമീറ്റർ താഴെയുള്ള 3/4 കിലോമീറ്ററും ദൂരം വരുന്ന ഈ റോഡിന് 12ഉം 7ഉം 19 ലക്ഷം രൂപയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഈ വഴിക്കായിട്ട് മുടക്കിയിരിക്കുന്നത്. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഈ വഴിക്ക് വേണ്ടി ഇപ്പം പൈസ മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയെപ്പറ്റി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഇപ്പം. കാരണം ഈ ഒരു ഘട്ടത്തിന് വേണ്ടി, കാരണം നിങ്ങൾ കണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് മുൻവശത്ത് ഒരു ബോർഡ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് കണ്ട് 40 ലക്ഷം രൂപ പിണറായി വിജയൻ മന്ത്രിസഭ അനുവദിച്ചെന്നും പറഞ്ഞ് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുപ്പള്ളി ചാണ്ടിയുമ്മൻ ഈ വഴിക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചെന്നും പറഞ്ഞൊരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുതുപ്പള്ളി വഴി പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, 2 കൂട്ടർ ഇതുപോലെ വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം സത്യാവസ്ഥ പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് കാണുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഗ്രാമീണ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇപ്പോഴത്തെ കേരള സർക്കാർ അനുവദിച്ചിരിക്കുന്നതാണ് 1000 കോടി രൂപയാണ്. അതിൻ്റെ ലിസ്റ്റുകളാണ്. ഏറെക്കുറെ കേരളത്തിൽ 3500ഓളം റോഡുകൾ മൊത്തം തകർന്നു കിടക്കുന്നുണ്ട്, നമ്മുടെ പുതുപ്പള്ളിയിലെ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയാണ് 1000 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 118 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കാണാം. 118 അത് നിലക്കൽ ചർച്ച് കുട്ടഞ്ചിറപ്പടി റോഡാണ്. ആ റോഡിന് വേണ്ടിയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭ 40 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ എമൗണ്ടും ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ വാതിക്കലും പുതുപ്പള്ളിയിലും എല്ലാം LDFകാർ 40 ലക്ഷം രൂപ മന്ത്രിസഭ അനുവദിച്ചെന്നും പറഞ്ഞ് ഫ്ലെക്സ് വച്ചിരിക്കുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയും മറ്റൊരു റോഡിന് 40 ലക്ഷം രൂപ കൂടെ അനുവദിച്ചിട്ടുണ്ട്. തൃക്കയിൽ മട്ടൻ റോഡ് എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്കൂളിൻ്റെ വാതിൽ കൂടെ കിടക്കുന്ന റോഡിന് 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ലിസ്റ്റും കൂടി ഒന്ന് കാണുക. ഇതും ആ ലിസ്റ്റ് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി അനുവദിച്ചതാണ്. ഇതിൻ്റെ അകത്ത് 2271 നമ്പർ, ആ നമ്പർ കിടക്കുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് റോഡുകളാണ് തകർന്ന് കിടക്കുന്നത്. ദൈവമേ, അപ്പം ഇങ്ങനെ പോയി കഴിയുമ്പോൾ മൊത്തം 3500 ഉണ്ട്. അതിൻ്റെ അകത്ത് 2271 നമ്പർ. അപ്പം 2000 വന്നിട്ടുണ്ട്. പോട്ടെ. അങ്ങനെ 2271 അത് അവിടെ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ 2271 വന്നിരിക്കുകയാണ്. തൃക്കയിൽ മട്ടൻ റോഡ്, ഞാനീ പറഞ്ഞ റോഡ് തന്നെ ഉമ്മച്ചൻ സ്കൂളിൻ്റെ അതിൽ, അല്ലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്കൂളിൻ്റെ അതിലുള്ള റോഡിന് അനുവദിച്ചിരിക്കുന്നത് 40 ലക്ഷം രൂപ.
അപ്പം ഈ 2 റോഡിനാണ് പുതുപ്പള്ളി പഞ്ചായത്തിൽ പൈസ ഇപ്പം അനുവദിച്ച് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം അടുത്ത കാര്യം പറയാം. അപ്പം നമ്മൾ MLA ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം പറയാം. കാരണം കോൺഗ്രസ്സുകാരെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ 2 റോഡിൻ്റെയും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യം എന്നാണെന്നറിയാം. നമ്മുടെ പുതുപ്പള്ളി ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ നമ്മുടെ ഇതുപോലെ ഗ്രാമീണ റോഡുകളുടെ ലിസ്റ്റ് കൊടുക്കേണ്ടത് MLA-മാരാണ്. അപ്പോൾ MLA-മാർ കൊടുത്ത കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ കൊടുത്തിരിക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിൽ മുഴുവൻ 30 തകർന്ന റോഡിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത് 17 റോഡുകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. അതാണ് 4.17 കോടി രൂപയാണ് അദ്ദേഹത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അതും പ്രകാരമുള്ള 2 ഫ്ലെക്സുകളാണ് പുതുപ്പള്ളി മുഴുവൻ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത്. അത് സംഭവം ശരി തന്നെയാണ്. അപ്പം നമ്മുടെ ഓരോ വാർഡുകളിലാണേലും അതുപോലെ പഞ്ചായത്തിൻ്റെ ആണേലും ഇത് ലിസ്റ്റ് കൊടുക്കുന്നത് എല്ലാ MLA വഴിയാണ് കൊടുക്കുന്നത്. മന്ത്രിസഭയിൽ അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ആ പ്രമേയമാണ് പാസ്സായി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ അകത്ത് പുതുപ്പള്ളി പഞ്ചായത്തിന് എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട് 2 റോഡിന് പൈസ വന്നിട്ടുള്ളൂ. MLA കൊടുത്ത ലിസ്റ്റും പ്രകാരം മീനടത്തിന് 3 റോഡ് അനുവദിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിക്ക് 2, കൂരോപ്പടയ്ക്ക് 2, വാകത്താനത്തിന് 2, പാമ്പാടിക്ക് 2, മണർകാടിന് 2, അയർക്കുന്നത്തിന് 2, അകലക്കുന്നത്തിന് 2, അങ്ങനെ 17 റോഡുകൾക്കാണ് അതിൻ്റെ ഫണ്ടാണ് MLAക്ക് അനുവദിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് MLAയും ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. അതുപോലെ ആര് ഫ്ലെക്സ് വെച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാടിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, റോഡുകൾ വികസിക്കുക, അതുപോലെ നല്ല തകർന്നു കിടക്കുന്ന റോഡുകൾ മുഴുവൻ പുനരുദ്ധരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Meow.